ഒരു സാധകന്റെ ജീവിതത്തിൽ നാമജപത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് വിശദമാക്കിയാലും പരിവ്രാജകൻ തീർത്ഥാടനത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ദർശനം ചെയ്യേണ്ട സ്ഥലങ്ങളെക്കുറിച്ചും വിശദമാക്കണമെന്ന് അപേക്ഷിക്കുന്നു. രണ്ടും രണ്ട് തലങ്ങളിലുള്ള പ്രശ്നങ്ങളാണ്, പക്ഷെ ഒരു നമ്പറിലാണ് എഴുതിയത്. അതൊരു സൂത്രമാണ് അല്ലേ? നാമജപം അന്ധകരണ ശുദ്ധിക്ക്, ഏകാഗ്രതാ സമ്പാദനത്തിന് ഏറ്റവും ഉപയുക്തമായ സാധനയാണ് ജപം. എത്രയാ പ്രാധാന്യം നമുക്ക് വാക്കുകൊണ്ട് പറയാൻ വയ്യ. മനസ്സിലാക്കാൻ ഇത്ര ചിന്തിച്ചാൽ മതി. ഇന്നത്തെ ഒരു സ്ഥിതി വിലയിരുത്തിയാൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ദ്രവ്യങ്ങളെ സഞ്ചയിച്ച് അനേകം പേരൊത്തൊരുമിച്ച് ചെയ്യേണ്ടുന്ന യാഗവിശേഷങ്ങളുണ്ട്. ഇത്തരം യാഗവിശേഷങ്ങളൊക്കെ ഉണ്ടായിരിക്കെ അതെല്ലാം അറിയുന്ന ഭഗവാൻ യജ്ഞാനാം ജപയജ്ഞോസ്മി എന്നാ പറഞ്ഞ, യജ്ഞങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ജപയജ്ഞമാകുന്നു. മറ്റനേകം യജ്ഞങ്ങളുണ്ടല്ലോ, എത്രയെത്ര യാഗവിശേഷങ്ങളുണ്ട്. അതൊന്നും അറിയാത്തവനാണോ ഭഗവാൻ? അല്ല, സർവജ്ഞനാണ്. എന്നിട്ടും ഏറ്റവും ശ്രേഷ്ഠമായ യജ്ഞം ജപയജ്ഞമാണെന്ന് ഭഗവാൻ പറയണമെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എത്രയാണ്? ആ പ്രാധാന്യം മനസ്സിലാക്കാൻ വേറെ ഒന്നും ചെയ്യണ്ട, ദിവസവും ജപിച്ചാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഇന്നതെന്ന് പറയുന്നില്ല, ഏതെങ്കിലും നാമം, ഏതെങ്കിലും മന്ത്രം ചിട്ടയോടുകൂടി ജപിക്കുക. ആരെ അറിയിക്കണ്ട, രഹസ്യമായിട്ട്. ഒച്ചത്തിൽ ബഹളം വെച്ചൊന്നും വേണ്ട, മനസ്സിൽ. കഴിയുന്നതും രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പറ്റില്ല, പകൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട്. നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നവരാണെന്ന് വെച്ചാൽ പിന്നെ അത് വയ്യ, ഉറക്കം തെളിഞ്ഞിട്ട് എന്ന് പറയണം. അല്ലാതുള്ളവരൊക്കെ അന്തരീക്ഷം ഏറ്റവും പ്രശാന്തമായിരിക്കുന്ന സമയത്ത്. ഏതാ അന്തരീക്ഷം ഏറ്റവും പ്രശാന്തമായിരിക്കുന്ന സമയം? ഏതാ നോക്കിക്കൊള്ളാം. നമ്മുടെ വീടുകളിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ, ചോറ് കൊടുക്കുന്നതിന് മുമ്പുള്ള കുട്ടികളുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി. ചോറ് കൊടുക്കുന്നതിന് മുമ്പുള്ള കുട്ടികൾ, 6-ാം മാസത്തിലാണല്ലോ ചോറൂണ്, അതിനുള്ള മുമ്പുള്ള കുട്ടികൾ എത്ര മണിക്ക് ഉണരുമെന്ന് ശ്രദ്ധിക്കുക. നോക്കിക്കോളൂ, ഒരു സംശയമില്ല. ഒരു 3:30, 3:45, 4 ഇപ്പുറത്തേക്ക് വരില്ല. ആ സമയത്ത് ഉണരും, കൈകാലിട്ട് കളിക്കും, ചിരിക്കും, കരയും, പിന്നെ വീണ്ടും ഉറങ്ങും. ആ സമയത്ത് ഉണരുക, ആരും അറിയേണ്ടതില്ല. കുറച്ച് ജപിക്കുക നല്ലോണം. സ്വാമി ഉറക്കം മതിയായില്ല, പിന്നെ ഉറങ്ങിക്കോളൂ കുറച്ച് കഴിഞ്ഞിട്ട്, ഒരു വിരോധമില്ല. ആ സമയത്ത് ഉണർന്നിട്ട് ജപം ചെയ്യുക. അങ്ങനെ 6 മാസം ചെയ്യൂ, ദിവസം 1/2 മണിക്കൂർ വീതമെങ്കിലും. ഒരു പരിവർത്തനവും ഇല്ലേ? നിങ്ങളൊരു കാർഡ് അയച്ചോളൂ ഇങ്ങോട്ട്. സ്വാമി ചിദാനന്ദപുരി, അദ്വൈതാശ്രമം, കൊളത്തൂർ. ഈ ജാതി കള്ളത്തരം പ്രസംഗിച്ച് നടക്കാൻ പാടില്ല. 6 മാസം ജപിക്കൂ. എന്താ സ്വാമി മാറ്റം കാണുക, 2 കൊമ്പ് മുളയ്ക്കുകയോ? അതൊന്നുമില്ല. നുണ പറയാൻ പറ്റുന്നില്ല, പരദൂഷണം പറയാൻ പറ്റുന്നില്ല, മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പം എല്ലാം വിട്ടുപോകാൻ തോന്നും. ഇതൊക്കെയാ ചിത്തശുദ്ധിയുടെ ലക്ഷണം, അല്ലാണ്ട് വേറെന്താ? മനസ്സിന് അവാച്യമായൊരു ശാന്തിയുടെ തരംഗമുണ്ടാവുന്നു. ഇന്നലെകളിൽ എന്നെ ഭ്രമിപ്പിച്ചതുപോലെ ജീവിത പ്രശ്നങ്ങൾ ഇന്ന് എന്നെ ഭ്രമിപ്പിക്കുന്നില്ല. എല്ലാത്തിനെയും സമചിത്തതയോടുകൂടി സമീപിക്കാൻ കഴിയുന്നു. ഇത്തരം അനുഭവങ്ങൾ അവനവന് വരും, അത് മതിയല്ലോ. അപ്പം അത് മുന്നോട്ടുള്ള ഗതിക്ക് കൂടുതൽ പ്രേരകമാകും. അതോട് ജപിക്കുക.
മാനസികമായി ജപിച്ചാൽ മതി എന്നുള്ളവർക്ക് ഏറ്റവും നല്ലത് മാനസിക ജപമാണ്. എന്നാൽ മാനസിക ജപം ചെയ്യുമ്പോൾ ഉറക്കം തൂങ്ങുന്നവർക്കോ മനസ്സ് മറ്റ് വിഷയങ്ങളിലേക്ക് ഓടുന്നവർക്കോ മന്ദജപം വേണം. മന്ദജപം ചെയ്യുമ്പോഴും ഉറക്കം തൂങ്ങുകയോ മനസ്സ് വേറെ വഴിക്ക് പോവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഉച്ചജപമാവാം. അടുത്ത ചോദ്യത്തിന് മറുപടി പറയില്ല. കാരണം പരിവ്രാജകൻ തീർത്ഥാടനത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ദർശനം ചെയ്യേണ്ട സ്ഥലങ്ങളെക്കുറിച്ചും വിശദമാക്കണമെന്ന് അപേക്ഷിക്കുന്നതാണ്. പരിവ്രാജകൻ എന്നൊരു വാക്കവിടെ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് വിശദമായി പറയാമായിരുന്നു. പരിവ്രാജകൻ എന്ന് പറഞ്ഞത് കൊണ്ട് പറയാനുള്ളത് അയാൾ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തിട്ട് പോവുകയും ചെയ്യരുത്. ഇന്ന സ്ഥലത്ത് പോകണം, ഇന്ന് ദർശിക്കണം എന്ന് പ്ലാനിങ്ങേ വേണ്ട. എങ്ങോട്ടാണോ ഭഗവാൻ നയിക്കണത് അവിടെ എത്തിപ്പെട്ട് വിട്ടുകൊടുക്കുക. പരിവ്രാജകനാണെങ്കിൽ തീർത്ഥാടനത്തിന് പോകുന്നത് ഒരു പ്ലാനിങ്ങും വേണ്ട, അങ്ങ് പോയിക്കൊള്ളുക. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് കൈ പിടിച്ച് കൊണ്ടുപോകും, അവിടുന്ന് അടുത്തതിലേക്ക് കൊണ്ടുപോകും, അവിടുന്ന് അടുത്തതിലേക്ക് കൊണ്ടുപോകും, അങ്ങ് വിട്ടുകൊടുക്കുക. അവിടെ ഈ പരിവ്രാജകന്റെ ലക്ഷ്യം എന്താണ്? ഏതെങ്കിലും ഏകാന്ത സ്ഥാനത്ത് പോയി തപസ്സനുഷ്ഠിക്കുകയാണെങ്കിൽ അപ്രകാരം ഒരു സ്ഥാനം എത്തിയെന്ന് ഉള്ളെന്ന് പറയുന്നത് വരെ പോയിക്കൊള്ളുക. അല്ല, ഒരു ഉത്തമ ഗുരുവെ തേടിയുള്ള യാത്രയാണെങ്കിൽ ഇതാണ് എൻ്റെ ഗുരുസന്നിധി എന്ന് ഉള്ളെന്ന് പറയുന്നത് വരെ പോയിക്കൊള്ളുക. അതേ ഉള്ളൂ. അല്ലാണ്ട് പ്ലാൻ ചെയ്തിട്ട് പോക്കൊന്നും വേണ്ട അവിടെ പരിവ്രാജകനാണെങ്കിൽ. അതങ്ങ് പോവും. ഒരു ലക്ഷ്യം വെച്ചോളൂ, ഒരു ലക്ഷ്യം വെച്ചോളൂ, അത് മതി. ഇപ്പോൾ ഇവിടുന്ന് വിചാരിക്കുകയാണ് ഇവിടുന്ന് കോഴിക്കോട് വരെ പോവുകയാണ്, അത് മതി. അവിടെ എത്തുമ്പോൾ അടുത്തായിക്കോളും. ഇല്ലേ? അങ്ങനെയാണത്. അതാണ് നമുക്കത്രേ പറയാൻ പറ്റൂ. കാരണം സ്വന്തം അനുഭവം എന്നല്ലേ പറയാൻ പറ്റൂ, അല്ലാണ്ട് പറയാൻ പറ്റില്ലല്ലോ. അത് അന്നേരം അങ്ങ് വരും. അന്നേരം ഉള്ളിന്ന് വരുന്ന അടുത്ത പോവാം. ശരി, അപ്പത്തി പോയി. അപ്പത്തി വേറെ ആരെങ്കിലും വരുന്ന സ്ഥലത്തേക്ക് പോകട്ടോ, അങ്ങോട്ട് പോയി. ഇതിപ്പം എവിടെ റിപ്പോർട്ട് ചെയ്യാനൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മളിപ്പോൾ ഒരാൾ വീട്ടിൽ നിന്ന് പോവുകയാണ്, 6-ാം തീയതി വരണം എന്ന് പറഞ്ഞാൽ 6-ാം തീയതി വരണ്ടേ? 7-ാം തീയതി ആവാൻ പറ്റുമോ? ഇതിപ്പോൾ പരിവ്രാജകനല്ലേ, പ്രത്യേകിച്ച് ദിവസവും കാലമൊന്നും ഇല്ലല്ലോ. എപ്പോൾ എത്തിയാൽ എന്താ, എപ്പം പോയാൽ എന്താ, ഇനി എത്തിയില്ലെങ്കിൽ എന്താ, കാറ്റ് പോയാലെന്താ, ഒക്കെ ഒരുപോലെയല്ലേ ഇല്ലേ? അതാണ് അതിനുള്ള മറുപടി.